ധീരോദാത്തൻ അതിപ്രതാപ ഗുണവാൻ, ഇവനാണ് വീരൻ. ധീരോദാത്തൻ അതിപ്രതാപ ഗുണവാൻ, വിഖ്യാത വംശം ധരാപാലൻ നായകൻ. ഒരു നായകൻ എങ്ങനെ ആയിരിക്കണം എന്നതിനെ കുറിച്ച് ധനഞ്ജയൻ ദശരൂപകത്തിൽ പറഞ്ഞിരിക്കുന്നത് ഇങ്ങനെയാണ്. ധീരോദാത്തൻ അതിപ്രതാപ സാർ, രക്ഷിതാക്കളെ കൊണ്ടുവന്നിട്ട് ക്ലാസ്സിൽ കയറിയാൽ മതി. താനല്ലെങ്കിൽ പിന്നെ ആരാ? താനല്ലെങ്കിൽ പിന്നെ ആരാ? ഇത് മാഷല്ലേ? ഇത് കൊള്ളാല, നന്നായിട്ടുണ്ടല്ലേ സാർ. ഇവൻ ക്ലാസ്സിൽ നിന്ന് വരച്ചാണ് സാർ. ഇവൻ അധ്യാപകരോട് ഇങ്ങനെ പെരുമാറണമെന്ന് അറിഞ്ഞുകൂടാ. ഇവൻ എന്നെ ക്ലാസ്സിൽ പലതവണ ഇൻസൾട്ട് ചെയ്തിട്ടുണ്ട്. ഇവന്റെ ക്ലാസ് നടക്കുമ്പോൾ ഇവൻ അതും ഇതും വിളിക്കും എന്നെ. താനെന്താണോ മാഷ വിളിച്ചത്? സാർ, അത് ഞാനല്ല സാറേ. എന്താണ് വിളിച്ചതെന്ന്? ഞാൻ വിളിച്ചില്ല, ഞാൻ ഒന്നും വിളിച്ചില്ല. തൻ്റെ വീട് നരിപ്പറമ്പിലല്ലേ? വേഗം പറ, മാഷിനെ താനെന്താ ക്ലാസ്സിൽ നിന്ന് വിളിച്ചത്? പറയാൻ. സാറേ, അത് വേണ്ട, ഒന്ന് താക്കീത് കൊടുത്ത് വിട്ടാൽ മതി. ഒരു അധ്യാപകനോട് എങ്ങനെയാണ് പെരുമാറുന്നത് എനിക്കറിയാൻ പാടില്ലേ? ഒന്നുമില്ലെങ്കിലും മാഷിന് തൻ്റെ അച്ഛൻ്റെ പ്രായമില്ലേ? 2 ദിവസം കഴിഞ്ഞ് ക്ലാസ്സിൽ കയറിയാൽ മതി. ഗെറ്റ് ഔട്ട്, ഗെറ്റ് ഔട്ട്. റബ്ബു, സാറേ 30 സാറല്ലേ പറഞ്ഞു എനിക്ക് അവൻ്റെ അച്ഛൻ്റെ പ്രായം ഉണ്ടെന്ന്. എനിക്ക് ഈ വരുന്ന ചിങ്ങത്തിൽ 31 വയസ്സാവുള്ളൂ. എൻ്റെ മാഷിന് ഇതൊക്കെ ഒന്ന് വെട്ടി ഒതുക്കി വൃത്തിയായി നടക്കാൻ പാടില്ലേ? മെച്യൂരിറ്റിക്ക് വേണ്ടി. ആർക്ക് വേണ്ടി? മെച്യൂരിറ്റിക്ക് വേണ്ടിയിട്ട് വെച്ചിരിക്കുന്ന. ഇതാണ് മെച്യൂരിറ്റി, നല്ല മെച്യൂരിറ്റി. താങ്ക് യു സാർ. മെച്യൂരിറ്റി നോക്കെന്റെ വാസു, നമുക്ക് വലിയ മോഡേൺ ആയ കുട്ടിയൊന്നും വേണ്ട. അത്യാവശ്യം വിദ്യാഭ്യാസം, പിന്നെ മുഖത്ത് കാണാൻ ഒരു കല, ഇത്രേ ഉള്ളൂ. സംഗതി ഒക്കെ എനിക്ക് മനസ്സിലാവുന്നുണ്ട്. നമുക്കിപ്പോൾ തുളസിക്കതിൽ പോലത്തെ ഒരു കുട്ടിയല്ലേ വേണ്ടത്? അതൊക്കെ നമ്മളെടുത്തുണ്ട്. പക്ഷെ നമ്മുടെ ഭാഗത്ത് നിന്ന് കാര്യമായ കുറച്ച് വിട്ടുവീഴ്ച വേണ്ടി വരും. ഞമ്മക്കുണ്ടല്ലോ കുറച്ച് കുറവൊക്കെ. എന്ത് കുറവ്? അവൻ ചെറുപ്പല്ലേ, കോളേജ് അധ്യാപകനുമാണ്. പിന്നെ മുടിക്കൊരിത്തിരി ഉള്ളില്ല, അതൊരു കുറവാ? അല്ല, അത് വലിയൊരു കുറവൊന്നുമില്ല. ഞാൻ എൻ്റെ അനുഭവത്തിൽ പറയാം, നമ്മളെ ഭാഗത്ത് നിന്ന് കാര്യമായി കുറച്ച് വിട്ടുവീഴ്ച വേണ്ടി വരും. അതെ, ചാൾസ് ഡാർവിൻ, വില്യം ഷേക്സ്പിയർ, മഹാത്മാഗാന്ധി, വൈക്കം മുഹമ്മദ് ബഷീർ, ഇവരുടെ ആരുടെയും തലയിൽ കരിയോട്ട് മുടിയില്ല. ഇവരാരും ഒരു വിട്ടുവീഴ്ചയും ചെയ്തിട്ടുള്ള കല്യാണം കഴിച്ചത്. പക്ഷെ നമ്മളെ കാര്യം അത്ര ഈസി അല്ല. ഈസി അല്ലെങ്കിൽ ചേട്ടനായിട്ട് കോംപ്ലിക്കേറ്റഡ് ആക്കണ്ട. എൻ്റെ കാര്യം ഞാൻ നോക്കിക്കോളാം. ഒരു പുല്ലും പെണ്ണും ഒക്കെ പറഞ്ഞുകൂടാത്ത ഓരോ വിട്ടികളെയും വിളിച്ചു കൊടുത്ത മനുഷ്യനെ വിഷമിപ്പിക്കാൻ. വിലസി വിമലേ ചെറിയൊരു പനിനീർമല, ചെറിയൊരു ചെറിയൊരു പനിനീർമല. ഗുഡ് ന്യൂസ്. എൻ്റെ മക്കൾ സ്റ്റേറ്റ് അതൊരു ഫോട്ടോ കോപ്പി കടലാസല്ല, അത് പോയാലും പഞ്ചായത്ത് കടലാസിൽ എന്താണെന്നതിലല്ല കാര്യം. അതിനെയാണ് ചോദിക്കുന്നത്. അതിലിപ്പോൾ നിങ്ങളെ മാർക്കല്ലേ ഉള്ളൂ. എൻ്റെ മാഷേ, അത് ഓഫീസിലുണ്ടാവും, ഞാൻ തപ്പി നോക്കാം. നിങ്ങൾ പെട്ടെന്ന് പോയി ഞങ്ങളുടെ പോസ്റ്റ് വായിച്ച് സന്തോഷിക്കും. ഭാര്യയാണ്. ഹലോ സാർ. സാർ, അപ്പോയിൻമെന്റ് ലെറ്ററാണ്. കൊള്ളാം.
അപ്പം ഇനി ഒരു കല്യാണമൊക്കെ കഴിച്ച് സെറ്റിലാവും നോക്ക്. ഓ കാര്യങ്ങളൊക്കെ ഹാപ്പി ആവട്ടെ. താങ്ക് യു സർ. കുടിക്ക് മോനെ, ഓറഞ്ച് ജ്യൂസാണ്, കുടിക്കേ. കുടിച്ചടാ. അവനൊരിത്തിരി നാണക്കാരനാണ്. കഴിക്കൂ. ഇതാണ് മോള്. മോളെ, അത് അനിയൻ കമൽ, ഇത് ശ്രീനി. എനിക്ക് ആ ബ്രോക്കറെ ഒന്ന് കാണണം. ബ്രോക്കറെ കുറ്റം പറഞ്ഞിട്ട് എന്താ കാര്യം? ചെക്കന് മുടി കുറവാന്ന് അയാൾ അവരോട് നേരത്തെ പറയണ്ടല്ലേ? എൻ്റെ പൊന്നാര നിർമ്മലേ, മുടി ഉണ്ടായിട്ട് ആ കുടുംബം കുട്ടികൾക്ക് ഉണ്ടാവണത്. ഈ ബ്രോക്കർ പറയുന്നിടത്തൊക്കെ പോയി ചായ കുടിക്കുന്ന പഴയ ഒരു ഏർപ്പാടാണ്. ഓൺലൈനിൽ പെണ്ണ് കിട്ടുന്ന ഈ കാലത്ത് ഫോട്ടോ കണ്ടിട്ടൊന്നും പെണ്ണ് കെട്ടില്ല, ശരിയാവില്ല. ഒന്ന് നിർത്തൂ. ഇനി പെണ്ണ് കാണാൻ ഞാനില്ല. ഞാൻ നിങ്ങളോട് പറഞ്ഞു എനിക്ക് പെണ്ണ് കെട്ടണമെന്ന്. പിന്നെ 31 വയസ്സ് കഴിഞ്ഞാൽ നിനക്ക് സന്യാസ യോഗ ശ്രീനി, മറക്കണ്ട. അമ്മ സന്യാസത്തിന് എന്താ കുഴപ്പം? സന്യാസം ബ്രഹ്മത്തിലേക്കും ജ്ഞാനത്തിലേക്കുള്ള ഒരു യാത്രയാണ്. നീയും ഞാനും മാത്രം അല്ല, എനിക്ക് ഇഷ്ടമുള്ള സ്ഥലത്തേക്ക് പോവാം. ബൈക്കിൽ പോവാം. നീ പറയുന്നിടത്ത് ഞാനോ എന്നിട്ട് എന്നിട്ടൊന്ന് ജ്യൂസ് കുടിക്കുമ്പോൾ അന്ന് ഷേക്ക് എന്തിനാവട്ടെ. മുടിക്കൊപ്പം നിങ്ങളുടെ ഉറക്കവും കൊഴിഞ്ഞുപോയോ? കോൺഫിഡന്റ് ആയിരിക്കൂ. കോൺഫിമാൻ നിങ്ങൾക്കൊപ്പം. കോൺഫിമാൻ ഹെയർ ഫിക്സിംഗ്, ദുബായ്, കഴമ ആൻഡ് ആ ടീച്ചറെ പറഞ്ഞോളൂ. നാളെ ഞാൻ എത്താൻ കുറച്ച് ലേറ്റ് ആവും. സാറേ ഫസ്റ്റ് അവർ ഫ്രീ ആണോ? ആ അങ്ങനെയാണെങ്കിൽ എന്റെ ക്ലാസ് ഒന്ന് അറ്റൻഡ് ചെയ്യൂ. ഓ അതിനെന്താ. താങ്ക് യു. ഓ താങ്ക് യു. ഗുഡ് നൈറ്റ്. പയ്യറയുമ്പോൾ പെണ്ണ് കാണാൻ പോലൊന്നും നമ്മൾ വെറുതെ ഒരുങ്ങിക്കെട്ടി ലീവ് കൊടുത്ത് പരിഹസിക്കപ്പെടുകയാണ്. അതാ സാറേ ഞാനും പറഞ്ഞത്. സാറിനി പെണ്ണാണെന്ന് പോകണ്ട. നമുക്കറിയുന്ന പെൺകുട്ടികളെ നേരിട്ട് പോയി അന്വേഷിക്കുക. അതാകുമ്പോൾ രണ്ടുപേർക്ക് പെട്ടെന്ന് അടുത്തറിയാനും പറ്റൂ. സാറേ താങ്ക്സ്. ഓ ശരി. സാറേ ഞാൻ ഒരു കാര്യം പറയട്ടെ. നമുക്ക് ആ ബബിത ടീച്ചർ ഒന്ന് ആലോചിച്ചാലോ? ശരിയാവില്ല. ഞാനും ടീച്ചറും ഒരേ സ്ഥാപനത്തിൽ ജോലി എടുക്കുന്ന ആളുകളല്ലേ.
നമ്മൾ വെറുതെ ടീച്ചർ എന്ത് വിചാരിക്കും? എന്ത് വിചാരിക്കാം? സാറൊന്ന് ആലോചിച്ച് നോക്ക്. ഇത് നല്ലൊരു ആലോചന അല്ലേ? അല്ലേ ടീച്ചറെ? ഏയ് റഹീം, ടീച്ചർ വീടിൻ്റെ കാര്യം എന്തേ? ഒന്നും ആയില്ല റഹീമെ. 1-2 പേരെടുത്ത് പറഞ്ഞിട്ടുണ്ട്. പക്ഷെ കണ്ടറിഞ്ഞ് അന്വേഷിക്കണ്ടേ? ശ്രീനിവാസ മാഷ കെയർ ഓഫിലൊരു വീടുണ്ട്. ആണോ? നമ്മളിപ്പോൾ അതിനെക്കുറിച്ച് ഇങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കേ. ആണോ? സാറിനെ അറിയാൻ ആളാണോ? നാളെ മറ്റന്നാളായിട്ട് ഞാൻ സാറൊന്ന് പോയി നോക്കുന്നുണ്ട്. ശരിയാകുകയാണെങ്കിൽ ടീച്ചർ കുറിച്ച് അറിയിക്കാം. ഒന്ന് പെട്ടെന്നൊന്ന് അന്വേഷിച്ച്. ഓ ശരി, താങ്ക്സ്. എൻ്റെ കെയർ ഓഫ് ഏത് വീടാ? എൻ്റെ മാഷ ഇങ്ങനെയൊക്കെയാണ് കാര്യങ്ങൾ നീക്കുക. വീടൊക്കെ ആയാൽ പിന്നെ കാര്യങ്ങളൊക്കെ സ്മൂത്ത് അല്ലേ? ആ മാഷേ, ടീച്ചർ പാലക്കാട്ടുകാരിയാ. അച്ഛൻ മരിച്ചേ, അമ്മ പിന്നെ ഒരു അനിയത്തിക്കുട്ടി ഉണ്ട്, പഠിക്കുക. ബന്ധിത ടീച്ചറാണ് ഇപ്പം വീടിൻ്റെ വരുമാന സ്രോതസ്. ഓ, നല്ല ഫാമിലിയാ. നമുക്ക് താണ്ട് ഉറപ്പിക്കാം മാഷേ. പറയുന്നത് നമ്മൾ ടീച്ചർക്ക് വീട് ശരിയായി കൊടുത്തില്ലല്ലോ. സംഗതി ഉള്ളിൽ കയറി. റഹീമിൻ്റെ അറേഞ്ച് മാരേജ് ആയിരുന്നു? അല്ല സാറേ, എൻ്റെ ലവ് മാരേജ് ആയിരുന്നു. അപ്പോൾ എങ്ങനെയായിരുന്നു എൻ്റെ ഒരു ഇത്? എന്ത്? മുമ്പ് ഞാൻ KSEBിൽ താൽക്കാലിക അടിസ്ഥാനത്തിൽ ജോലി ചെയ്യുന്നു. അവിടെ ഡാറ്റ എൻട്രിക്ക് വന്നതായിരുന്നു അമീറ. അവിടെ വച്ചാ മോളെ ഞാൻ ആദ്യമായിട്ട് കാണുന്നത്. പക്ഷേ അവിടെ മിന്നലോണ്ട് പടച്ച പോലത്തെ 3 എതിരാളികൾ, സുഹൈൽ, സൂരജ്, സൽമാൻ. അതിൻ്റെ ഇടയിൽ ഞാനൊരു റഹീമും. ജയിക്കൂലായിരിക്കും മാഷെ, പക്ഷെ തോറ്റു കൊടുക്കാൻ പറ്റൂലല്ലോ. ഞാൻ എൻ്റെ അവസാന തടവാണ്ട് പുറത്തെടുത്ത് നല്ല മട്ടിൽ വിളമ്പിയാൽ വേണ്ടാന്ന് പറയത്ത് 2 സാധനങ്ങളുള്ളൂ മാഷെ: സ്നേഹവും ഭക്ഷണവും. ഇതിൻ്റെ രണ്ടിൻ്റെയും ഗുണറിയാത്ത പൊന്നാനിക്കാരില്ല മാഷെ. പിന്നെ ഞാനതൊരു പതിവാക്കി. ഒരു ദിവസം ഭക്ഷണത്തിന് പകരം ഞാൻ എൻ്റെ പ്രേമം അങ്ങോട്ട് വിളമ്പി. ഇന്നിഷ്ടാണോ? വിളിയോ നമ്മൾ അറിയാത്തവൻ്റെ അല്ല പാചകവസ്തു. അമ്മേ, നമുക്ക് പുലാവ് ഉണ്ടാക്കാൻ അറിയോ? പുലാവ് ഇത് റഹീം,
മാഷ് കഴിക്കുന്നില്ലേ? ഓ കഴിക്കാം. ടീച്ചറെ കഴിച്ചു നോക്ക്. ഇല്ല സാറേ, ഞാൻ കൊണ്ടുവന്നിട്ടുണ്ട്. കഴിക്കുക ടീച്ചറെ, എൻ്റെ അമ്മയുടെ സ്പെഷ്യലാണ്. കൊള്ളാലോ, നല്ല ടേസ്റ്റ് ഉണ്ട്. ടീച്ചറെ കുറച്ച് കഴിക്കുന്നോ? വേണ്ട ടീച്ചറെ, വയറ് ഫുള്ളാ. അല്ല, ശ്രീനിവാസ സാറിൻ്റെ വീട്ടിൽ നിന്ന് ഉണ്ടെന്താ, സാറിൻ്റെ അമ്മ ഉണ്ടാക്കിയതാ. നല്ല ടേസ്റ്റ് ഉണ്ട്. റഹീമേ, ഇച്ചിരി കഴിക്കുന്നോ? മാഷിന്റെ സ്പെഷ്യലാ. വേണ്ട ടീച്ചറെ, മതിയെന്ന് കഴിച്ചു ഞാൻ. മാഷെ, പുലാവ് കൊള്ളാട്ടോ. ഓ സാറേ, കോപ്പിറൈറ്റുള്ള ഐഡിയ ഇട്ടാ. ഞാൻ വെറുതെ എങ്ങനെ? ഞാൻ വെറുതെ കാഷ്വലായിട്ട് മനസ്സിലായി, കാഷ്വലായിട്ട്. ഇതൊക്കെ ശരിയാ പറയുന്നത്. ഒന്നുമില്ലെങ്കിൽ ഞാനൊരു അധ്യാപകനല്ലേ. നിങ്ങൾ പേടിക്കണ്ട മാഷേ, ധൈര്യമായിട്ട് കൊണ്ടു കൊടുക്ക്. എൻ്റെ പണ്ടത്തെ എഴുത്തിൻ്റെ ആ ഒഴുക്ക് നഷ്ടപ്പെട്ട പോയ പോലെ ടച്ച് വിട്ടു പോയി. എങ്കിലും കുഴപ്പമൊന്നുമില്ല. ടൈമൊന്ന് വായിച്ചു പോയി. മലയാള ഭാഷക്ക് ടച്ച് വിട്ടുപോകേ. നോക്കട്ടെ. മത്സകേ, എൻ്റെ ചിതാകാശത്തിൽ തെളിഞ്ഞ പൊൻതാരകെ, നിന്നിൽ സർവാന്തര്യാമിയായി മൊത്തം സർവാന്ത്യരാമിയായി വിഹരിക്കാൻ അനുവദിച്ചാലും ഇത് എൻ്റെ ഹൃദയത്തിൽ സേതുബന്ധനം ചെയ്ത പ്രണയപ്രവാഹത്തിൻ്റെ ഒരു തുള്ളി. എത്ര അടക്കി നിർത്തിയിട്ടും അടർന്നു പോയത്. ഇതിൽ നിയലിക്കുന്നത് എൻ്റെ ഹൃദയമാണ്. കവചകുണ്ടലം തേടുന്ന ബ്രാഹ്മണഹസ്തത്തിൻ്റെ വിശുദ്ധിയിൽ ഈ പ്രാർത്ഥനയെ വിലമതിക്കണമേ എന്ന് ആപാത ചൂണ്ടും പ്രണയപരിവശനായ സഹപ്രവർത്തകൻ. ഇതെന്താ മാഷത്? പ്രബന്ധം? ഇതിപ്പോൾ ടീച്ചർക്ക് ശബ്ദ ധാരാവളിയും കൂടി കൊടുക്കേണ്ടി വരുമല്ലോ. അല്ല, ഇതിനെന്താ കുഴപ്പം? ഇങ്ങനെയാണ് പ്രേമലായാണ് ഇത്. ഇങ്ങനെയൊക്കെ ഇത് എന്താ മനസ്സിലാവൂ? എന്താ മനസ്സിലാവാത്ത? അപ്പം ഞാൻ എൻ്റെ എഴുത്തിൻ്റെ നിലവാരം കുറക്കണം, അതാണോ നിങ്ങൾ പറയുന്നത്? ഇതെന്ന് പറഞ്ഞിട്ടാണ് നിങ്ങളെ വിവരം കാണിക്കാനുള്ള സാധനമല്ല മാഷ്. ഇതൊക്കെ സിമ്പിളായിട്ട് ചെയ്യേണ്ട കാര്യങ്ങളാണ്. മാഷ് ഒരു കാഞ്ചി, മാഷ് ഇങ്ങോട്ടിരിക്കും, എന്നിട്ട് ഞാൻ പറഞ്ഞുതരാം. മാഷേ, ഇത് ഇങ്ങോട്ടിരിക്കും മാഷേ. ഇരിക്കും മാഷേ. ഏത്? ഡിയർ ടീച്ചർ. തീരെ വേണ്ട. നിങ്ങൾ ഒരു കുഴപ്പമില്ല, നിങ്ങൾ ഏത് മാഷേ? എൻ്റെ ജോലി പോകുന്ന കേസാണ് റഹീമേ. ഒരു പ്രശ്നമില്ല മാഷെ. മാഷ് ഏത്? ഞാനൊരു അധ്യാപകനല്ലേ. ഞാനല്ല പറയുന്ന മാഷെ, നിങ്ങൾ ഏത്? ഏത് മാഷെ? ഡിയർ ടീച്ചർ. ഡിയർ ടീച്ചർ. ടീച്ചറെ ആദ്യമായി കണ്ട അന്ന് മുതൽ. ഏത് മാഷെ? ടീച്ചറെ ആദ്യമായി കണ്ട അന്ന് മുതൽ. ഒരു കാര്യം ചെയ്യാം, എൻ്റെ എഴുത്തിലെ 2-3 വരികൾ നമുക്ക് ഇതിൽ ഉൾപ്പെടുത്താം. രസവും രസവും. കവചകുണ്ടലം തേടുന്ന ബ്രാഹ്മണാസ്ത്രം പ്രേമലേഖത്തിൽ ചേർക്കാൻ പറ്റിയ സാധനം.